നമസ്കാരം, നിളാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ദുരിതം തീരാത്ത ചമ്രവട്ടം പാത റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ട് മാസങ്ങളായെങ്കിലും അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിലെ നിധി പോലെ തീരാത്ത പണിയാണിവിടെ. കോഴിക്കോട് നിന്നും എറണാകുളം വരെ ചമ്രവട്ടം പാലത്തിലൂടെ യാത്ര ചെയ്താൽ കിലോമീറ്ററുകൾ കുറയും. ഇതാണ് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഉള്ളവരെ ഈ പാതയിലൂടെ യാത്ര തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ചമ്രവട്ടം പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും നിരന്തരം സമരം നടത്തിയാണ് അപ്രോച്ച് റോഡിൻ്റെയും അനുബന്ധ റോഡിൻ്റെയും നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. അപ്രോച്ച് റോഡിൻ്റെ വർക്കിനു വേണ്ടി ആഴ്ചകളോളം ഈ റോഡ് പകുതി ഭാഗം അടച്ചിട്ടു. മണിക്കൂറുകളോളം ആണ് ഈ പാതയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായത്. ഇത് കഴിഞ്ഞ് പിന്നെയും ആഴ്ചകൾ പിന്നിട്ടപ്പോഴാണ് ഡ്രൈനേജിൻ്റെയും കലുങ്കിൻ്റെയും വർക്ക് ആരംഭിച്ചത്. അപ്പോഴും ഈ പാതയിൽ തിരഞ്ഞെടുത്തവർക്ക് ദുരിതം മാത്രമായിരുന്നു സമ്മാനിച്ചത്. അനുബന്ധ റോഡായ ചമ്രവട്ടം ആലത്തിയൂർ റോഡിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും അടച്ചിട്ട് ഒരാഴ്ചയിലധികമായി കട്ടവിരിക്കൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വർക്കിന് 5-6 തൊഴിലാളികൾ മാത്രമാണുള്ളത്. അറ്റകുറ്റപ്പണി വൈകാൻ കാരണം ഇത് നാട്ടുകാരിൽ വ്യാപക പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നു മുതൽ അപ്രോച്ച് റോഡിൽ നിന്ന് ചമ്രവട്ടം ഭാഗത്തേക്ക് ഇറങ്ങുന്ന ഭാഗം പൂർണ്ണമായും അടച്ചു. ഇനി കാവിലക്കാട് ഭാഗത്തേക്ക് പോകേണ്ട വലിയ വാഹനങ്ങൾ കിലോമീറ്ററുകൾ ചുറ്റി വേണം കാവിലക്കാട് എത്താൻ. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലെ നിധി പോലെ എന്ന് തീരും ഈ പാതയിലെ ദുരിതയാത്ര? ന്യൂസ് ഡെസ്ക്, നിളാവിഷൻ, ചമ്രവട്ടം.